തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് ശിക്ഷ വിധിച്ചതോടെ CPM-നും വൻ തിരിച്ചടി. കേസിൽ ആന്റണി രാജുവിനെ 3 വർഷം തടവിനാണ് ശിക്ഷിച്ചിരിക്കുന്നത്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. വ്യാജരേഖ കേസിൽ 2 വർഷത്തെ ശിക്ഷ വിധിച്ചു. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവ്, തെളിവ് നശിപ്പിക്കലിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും, കള്ളത്തെളിവുണ്ടാക്കൽ വകുപ്പിന് 3 വർഷം തടവും എന്നിങ്ങനെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. കേസ് CJM കോടതി പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി തള്ളി. കോടതിയുടെ നിർണായക വിധിയോടെ ആന്റണി രാജു MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാകും. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല. ഇടതുമുന്നണിക്ക് വൻ തിരിച്ചടിയാണ് ഈ വിധി. തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി പ്രതിക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയെന്ന കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. കേസിൽ 2ാം പ്രതിയാണ് ആന്റണി രാജു. 1ാം പ്രതിയും കോടതി ജീവനക്കാരനുമായിരുന്ന ജോസിനും 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. നേരത്തെ കുറ്റക്കാരനെന്ന വിധിക്ക് പിന്നാലെ പ്രതികരിച്ച ആന്റണി രാജു കോടതിയിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാറുണ്ടെന്നും നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും പറഞ്ഞിരുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കേസ് നടപടികൾ വീണ്ടും തുടങ്ങിയത്. ഒരിക്കൽ പോലും കോടതിയിൽ ഹാജരാകാതിരുന്നിട്ടില്ല. ഹൈക്കോടതി വിജിലൻസ് റിപ്പോർട്ടിൽ വേറെ 3 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 2005-ലാണ് പൊടുന്നനെ തനിക്കെതിരെ കേസ് വന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപാണ് അന്ന് കേസ് വരുന്നതെന്നും ആന്റണി രാജു ആരോപിച്ചു. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നേരത്തെ വിധിച്ചിരുന്നു. ലഹരി കേസിൽ പിടിയിലായ വിദേശീയ രക്ഷകനായി തൊണ്ടി മുതലിൽ തിരിമറി നടത്തിയെന്ന കേസിൽ 3 പതിറ്റാണ്ട് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കോടതി വിധി പറഞ്ഞത്. ഇപ്പോഴത്തെ ശിക്ഷാവിധിയോടെ ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം റദ്ദാകും. ചുമത്തിയ വകുപ്പുകൾ ഇവയൊക്കെയാണ്: IPC 34 പൊതുവായ ഉദ്ദേശത്തോടുള്ള ഒത്തുചേർന്നുള്ള കുറ്റകൃത്യം, IPC 409 സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചന, 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ഇത്. 120B അതായത് ഗൂഢാലോചന, 420 വഞ്ചന, 201 തെളിവ് നശിപ്പിക്കൽ, 193 കള്ളത്തെളിവുണ്ടാക്കൽ, 217 പൊതുസേവകന്റെ നിയമലംഘനം, 465 വ്യാജരേഖ ചമയ്ക്കൽ, 468 വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ വ്യാജരേഖ ചമയ്ക്കൽ എന്നിങ്ങനെയാണ് വകുപ്പുകൾ. 1990 ഏപ്രിൽ 4-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. അഭിഭാഷകനായ ആന്റണി രാജു കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി നൽകിയതിനെ തുടർന്ന് പ്രതി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിനെതിരെ IPC 120B, 201, 193, 409, 34 എന്നീ വകുപ്പുകളാണ് തെളിഞ്ഞത്. കേസിൽ 1ാം പ്രതിയായിരുന്ന ജോസുമായി ആന്റണി രാജു ഗൂഢാലോചന നടത്തി തൊണ്ടി മുതൽ പുറത്തെടുത്ത് അതിൽ കൃത്രിമത്വം വരുത്തിയെന്നും അങ്ങനെ ഹൈക്കോടതിയിലെ കേസ് പ്രതിക്ക് അനുകൂലമാക്കിയെന്നും തെളിഞ്ഞതായി കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 61 ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവദോർ സാർവലി 1990 ഏപ്രിൽ 4-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലാകുന്നത്. ഈ കേസിൽ പ്രധാന തൊണ്ടി മുതലായിരുന്നു അടിവസ്ത്രം. ഇതിൽ കൃത്രിമത്വം നടത്തിയാൽ മേൽക്കോടതിയിൽ അപ്പീലിൽ ഗുണം ചെയ്യുമെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് സെക്ഷൻ ക്ലാർക്ക് ജോസുമായി ആന്റണി രാജു ഗൂഢാലോചന നടത്തിയത്. പ്രശസ്ത അഭിഭാഷകനായ സെലിൻ വിൽഫ്രഡാണ് പ്രതിക്ക് വേണ്ടി ഹാജരായത്. നിയമബിരുദം നേടിയ ആന്റണി രാജു അക്കാലത്ത് സെലിന്റെ ജൂനിയർ അഭിഭാഷകനായിരുന്നു. പക്ഷേ ആ കേസ് തോറ്റു. 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി KV ശങ്കരനാരായണൻ അന്ന് ഉത്തരവിറക്കി. എന്നാൽ തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. കുഞ്ഞിരാമ മേനോനായിരുന്നു പ്രതിക്ക് വേണ്ടി വക്കാലത്തെടുത്തത്. കേസിൽ ഹൈക്കോടതി പ്രതിയെ വെറുതെ വിട്ടു. പ്രതിയെ വെറുതെ വിടാൻ പ്രധാന കാരണമായി കോടതി ചൂണ്ടിക്കാട്ടിയത് കേസിലെ പ്രധാന തൊണ്ടി മുതലായി പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്ന വാദമാണ്. അടിവസ്ത്രം പ്രതിക്ക് ഇടാൻ കഴിയില്ലെന്ന് നേരിട്ട് കോടതി ഉറപ്പാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പ്രതിയെ വെറുതെ വിടുകയായിരുന്നു. തൊട്ടു പിന്നാലെ ആൻഡ്രൂ രാജ്യം വിട്ടു. ഓസ്ട്രേലിയയിലേക്ക് കടന്ന ആൻഡ്രൂ അവിടെ കൊലക്കേസിൽ പെടുകയും തടവിൽ വെച്ച് സഹതടവുകാരനോട് കേരളത്തിലെ കേസിനെ കുറിച്ച് പറയുകയുമായിരുന്നു. തുടർന്ന് ഇന്റർപോളാണ് CBIക്ക് വിവരം കൈമാറുന്നത്. CBI കേരള പോലീസിന് കത്ത് നൽകി. തുടർന്നാണ് ആന്റണി രാജുവിനെതിരെ കേസെടുക്കുന്നത്.